2026 ഏപ്രിൽ 4 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന IPL 2026-ലെ ഒരു നിർണായക മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 4 വിക്കറ്റിന് തകർപ്പൻ ജയം സ്വന്തമാക്കി. രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 185 റൺസ് വിജയലക്ഷ്യം വെറും 2 പന്തുകൾ മാത്രം ബാക്കി നിൽക്കെ 6 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് നേടി ഗുജറാത്ത് വിജയകരമായി ചേസ് ചെയ്തു പിടിച്ചു. സായി സുദർശന്റെ സംയമനത്തോടെയുള്ള അർദ്ധ സെഞ്ചുറി ടൈറ്റൻസിന്റെ ഈ ചേസിൽ ഒരു നിർണായക ഘടകമായിരുന്നു. നിർണായക നിമിഷങ്ങളിൽ ടീമിന് കരുത്ത് പകരാൻ അദ്ദേഹത്തിന് സാധിച്ചു. കഠിന പ്രയത്നത്തിലൂടെ നേടിയ ഈ ജയം IPL 2026 പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. ഇത് ടൈറ്റൻസിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ വർദ്ധിപ്പിക്കുമ്പോൾ മികച്ച പോരാട്ടം കാഴ്ചവെച്ച റോയൽസിന് ഇനി തിരിച്ചുവരവിനായി ഒരുങ്ങാം. ഗുജറാത്ത് ടൈറ്റൻസിന്റെ സ്ഥിരം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ടീമിലില്ലാതിരുന്നത് ശ്രദ്ധേയമായിരുന്നു. ഒരു സ്റ്റാൻഡ് ഇൻ ക്യാപ്റ്റനാണ് ഈ നിർണായക വിജയത്തിലേക്ക് ടീമിനെ നയിച്ചത്. തുടക്കത്തിൽ ടോസ് കിട്ടിയപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. രാജസ്ഥാൻ റോയൽസിന് ബാറ്റിംഗിന് അയച്ചു. റോയൽസിന്റെ ഇന്നിംഗ്സിന് കരുത്തായത് ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ തകർപ്പൻ തുടക്കമാണ്. ഒരു വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയുമായി ടീമിന് മികച്ച അടിത്തറയിടാൻ അദ്ദേഹത്തിനായി. ജയ്സ്വാൾ മടങ്ങിയപ്പോൾ ധ്രുവ് ജൂറിൽ നിർണായകമായി കളിച്ചു. മധ്യ ഓവറുകളിൽ ഒരു മിന്നൽ ഇന്നിംഗ്സിലൂടെ സ്കോർ കുതിപ്പിക്കാൻ അദ്ദേഹത്തിനായി. അവസാന ഓവറുകളിൽ റിയാൻ പരാഗിന്റെയും രാഹുൽ തെവാട്ടിയുടെയും മികച്ച പ്രകടനങ്ങൾ കൂടി ആയപ്പോൾ രാജസ്ഥാൻ റോയൽസ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 185 റൺസെന്ന മികച്ച സ്കോർ നേടി. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ഒരു ബാലൻസ്ഡ് പിച്ചിൽ ടൈറ്റൻസിന് മുന്നിൽ ഇതൊരു നല്ല വിജയലക്ഷ്യമായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനായി തുഷാർ ദേശ്പാണ്ഡെയും കഗിസോ റബാഡയും നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസിന് തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. രാജസ്ഥാൻ റോയൽസിന്റെ കൃത്യതയാർന്ന ബോളിംഗിന് മുന്നിൽ അവർക്ക് തുടരെ വിക്കറ്റുകൾ നഷ്ടമായി. എന്നാൽ അവിടെ സായി സുദർശൻ രക്ഷകനായി അവതരിച്ചു. മികച്ച പാകതയും കഴിവും പ്രകടിപ്പിച്ച് ഒരു ഉജ്ജ്വല അർദ്ധസെഞ്ചുറിയോടെ ഇന്നിംഗ്സിന് അടിത്തറ പാകി. രവി ബിഷ്ണോയിയടക്കമുള്ള റോയൽസിന്റെ സ്പിൻ ബോളർമാരെ അദ്ദേഹം അതിസമർത്ഥമായി നേരിട്ടു. നിർണായകമായ കൂട്ടുകെട്ടുകളുണ്ടാക്കി ടൈറ്റൻസിന്റെ റൺ ചേസ് പാളം തെറ്റാതെ കാത്തു. പ്രധാനപ്പെട്ട ചില ബാറ്റ്സ്മാൻമാരെ നഷ്ടമായിട്ടും സുദർശന്റെ കണക്കുകൂടിയുള്ള ആക്രമണം ആവശ്യമായ റൺ റേറ്റ് കൈവിട്ടുപോകാതെ നിലനിർത്തി. ടൈറ്റൻസിന്റെ ഇടക്കാല ക്യാപ്റ്റന്റെ തന്ത്രപരമായ നീക്കങ്ങളും സുദർശന്റെ ഉറച്ച കൈകളും ചേർന്നപ്പോൾ റൺ ചേസിന്റെ മധ്യ ഓവറുകളിൽ ടീമിന് ആക്കം നിലനിർത്താനായി. ഇത് ഒരു ആവേശകരമായ ഫിനിഷിന് കളമൊരുക്കുകയും ചെയ്തു. കളി അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് അവസാന ഓവറുകളിൽ റൺസ് കുതിപ്പിക്കേണ്ടിയിരുന്നു. സമ്മർദ്ദം കൊടുമ്പിരി കൊണ്ടപ്പോൾ റഷീദ് ഖാൻ മുന്നോട്ട് വന്നു. ബാറ്റുകൊണ്ട് ഒരു മാച്ച് വിന്നിംഗ് കാമിയോ കാഴ്ചവെച്ചു. റഷീദിന്റെ കൃത്യസമയത്തുള്ള ബൗണ്ടറികളും ആലോചിച്ചെടുത്ത റിസ്കുകളും കളിയുടെ ഗതി ടൈറ്റൻസിന് അനുകൂലമാക്കി മാറ്റി. റോയൽസിന്റെ ബൌളർമാർ തങ്ങളുടെ പരമാവധി ശ്രമിച്ചിട്ടും മികച്ച ഫീൽഡിംഗ് ഉണ്ടായിട്ടും ടൈറ്റൻസിന് ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിൽ നിന്ന് തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാന ഓവറിൽ പിരിമുറുക്കം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. പക്ഷേ റഷീദ് ഖാൻ ഒരു ബൌണ്ടറിയിലൂടെ ഗുജറാത്തിനായി വിജയമുറപ്പിച്ചു. 2 പന്തുകൾ ബാക്കി നിൽക്കെ ടീം 185 റൺസ് കടന്ന് ആവേശം നിറഞ്ഞ ഈ പോരാട്ടത്തിന് വിരാമമിട്ടു. പ്രധാന താരങ്ങളില്ലാതിരുന്നിട്ട് പോലും ടൈറ്റൻസിന്റെ ബാറ്റിംഗ് നിരയുടെ കരുത്ത് ഈ പ്രകടനം തെളിയിച്ചു. ഈ ജയം ഗുജറാത്ത് ടൈറ്റൻസിന് IPL 2026-ലെ പോയിന്റ് ടേബിളിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നേടിക്കൊടുത്തു എന്ന് മാത്രമല്ല, ശുഭ്മാൻ ഗില്ലിനെപ്പോലുള്ള പ്രധാന കളിക്കാർ ഇല്ലാതിരുന്നിട്ടും സമ്മർദ്ദഘട്ടങ്ങളിൽ പിടിച്ചുനിൽക്കാനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുമുള്ള അവരുടെ കഴിവ് കൂടിയാണ് എടുത്തു കാണിച്ചത്. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം തോറ്റെങ്കിലും അവരുടെ കളിയിൽ ഒറ്റപ്പെട്ട മികച്ച പ്രകടനങ്ങളും നല്ലൊരു ടീം സ്പിരിറ്റും കാണാൻ സാധിച്ചു. ഈ സീസണിൽ അവർ ഇപ്പോഴും ശക്തരായ ടീമാണെന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. ഓറഞ്ച് ക്യാപ്പിനായുള്ള പോരാട്ടം എത്രത്തോളം കടുപ്പമേറിയതാണെന്നും ഈ മത്സരം കാണിച്ചുതന്നു. യശസ്വി ജയ്സ്വാളിന്റെ ഇന്നിംഗ്സ് ഈ സീസണിലെ അദ്ദേഹത്തിന്റെ റൺസ് ടോട്ടൽ കൂട്ടാൻ വലിയ പങ്കുവഹിച്ചു. ഈ ആവേശകരമായ മത്സരത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തങ്ങളുടെ പോരായ്മകൾ തിരുത്തി ശക്തികൾ മെച്ചപ്പെടുത്തി അടുത്ത മത്സരങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുകയായിരിക്കും ഇനി ഇരു ടീമുകളും. കാരണം IPL 2026 സീസൺ കനത്ത പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോവുകയാണല്ലോ.